ബി.ജെ.പിക്കായി 32 ലക്ഷം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അമിത്ഷാ ഒരിക്കൽ അഭിമാനത്തോടെ പറഞ്ഞത്. എങ്ങനെയാണ് ബി.ജെ.പിയുടെ IT സെൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത്? അതിനെ 4 ഘട്ടങ്ങളായിട്ടാണ് ധ്രുവ് രാത്തി തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ആത്മാഭിമാനമാണ്. ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കുക. നമ്മുടെ ചരിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം. ഹിന്ദുവിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുക. അങ്ങനെ ഒരു ഹിന്ദുവിന് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള സന്ദേശങ്ങളായിരിക്കും ആദ്യം ഈ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ അഭിമാനത്തിൽ പുളകം കൊള്ളുന്ന സമയം നിങ്ങൾക്ക് അടുത്ത സന്ദേശം എത്തും. അതാണ് രണ്ടാം ഘട്ടം, ഇരവാദം. അപ്പോൾ മുതൽ വരുന്ന സന്ദേശങ്ങളെല്ലാം നിങ്ങളെ ഇരയാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങളായിരിക്കും. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾ നേരിടേണ്ടി വന്ന അക്രമങ്ങളും അത്യാചാരങ്ങളും എന്തൊക്കെയാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ നമ്മളെ ഉയരങ്ങളിലേക്ക് ഉയരാൻ അനുവദിക്കുന്നില്ലെന്നും എന്നിങ്ങനെയുള്ള ഇരവാദ സന്ദേശങ്ങളാണ് നിങ്ങൾ ഹിന്ദു എന്ന അഭിമാനത്തിൽ പുളകം കൊണ്ട് നിൽക്കുമ്പോൾ വരുന്നത്. അങ്ങനെ സ്വയം അഭിമാനത്തിൽ നിന്നും സ്വയം സഹതാപത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള സന്ദേശങ്ങൾക്ക് സമയമാകും. നിങ്ങൾ അപകടത്തിലാണ്. നൂറ്റാണ്ടുകളായി നിങ്ങൾ നേരിട്ട അക്രമങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതനായിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ അപകടത്തിലാണെന്ന തരത്തിലായിരിക്കും പിന്നീടുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ നടന്ന സംഭവങ്ങൾ ഇതാണ്, ഇവിടെ നടന്ന സംഭവങ്ങൾ ഇതാണ്, നിങ്ങൾ സുരക്ഷിതരല്ല, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്, അങ്ങനെ പോകും പിന്നീടുള്ള സന്ദേശങ്ങൾ. തുടർന്ന് സഹതാപത്തിൽ നിന്നും നിങ്ങൾ ഭയത്തിലേക്കും ഞെട്ടലിലേക്കും മാറും. ഈ സമയം അവസാനത്തേതും 4ാമത്തേതുമായ ഘട്ടത്തിലെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. പേടിക്കണ്ട, മോദിജി നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് മോദിജി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോദി കൃഷ്ണന്റെയും രാമന്റെയും പുനർജന്മമാണ്. അങ്ങനെ നീളും പിന്നീടുള്ള സന്ദേശങ്ങൾ. അങ്ങനെ ഭയത്തിൽ നിന്നും നിങ്ങൾ ആശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും മാറും. ഈ ഇമോഷണൽ റോളർ കോസ്റ്റർ ടെക്നിക്കാണ് ബി.ജെ.പി അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ധ്രുവ് പറയുന്നത്. ഇതാണ് വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും. ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നും ഒറ്റക്കെട്ടായി തന്നോടൊപ്പം ഈ പോരാട്ടത്തിൽ നിൽക്കണമെന്നും നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോയോ റീലോ ചെയ്യുകയെന്നും എല്ലാവരും തീർച്ചയായും വോട്ട് ചെയ്യണമെന്നും എന്നിങ്ങനെ പല അഭ്യർത്ഥനകൾ ചെയ്തുകൊണ്ടാണ് ധ്രുവ് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.